വെൽക്കം ബാക്ക് ഇനോക്യൂട്ടോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മള് ഇനാഗ്രേഷന്റെ വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. ഇനാഗ്രേഷൻ മെയ് 12 ഞായറാഴ്ച. അൽഹംദുലില്ലാ ഉഷാറായിട്ട് തന്നെ ഷോപ്പ് തുറന്ന് പിന്നെ നമ്മളിപ്പോ റണ്ണിങ് ആണ്. അപ്പൊ ഒരുപാട് പേർക്ക് വീണ്ടും സംശയം, എവിടെയാണ് ഷോപ്പ്, നിങ്ങൾക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ, ലൊക്കേഷനും കുറെ ആൾക്കാർക്ക് അറിയാതെ പല വഴിക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ കൂടാതെ തന്നെ നമ്മളെ ഷോപ്പിൽ കുറെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ സ്റ്റോക്കിനെക്കാട്ടി ഉപരി ഞാൻ നിങ്ങൾക്ക് ഷോപ്പിന്റെ ലൊക്കേഷന് കാര്യങ്ങൾ എല്ലാം കറക്റ്റ് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്, നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യായിരുന്നു കാണണം. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ 2020 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. 2020 ഒരു കൊറോണ സമയത്ത് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിന്റെ ഒരുപാട് പേര് നമുക്ക് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരിക്കലും ആവശ്യമില്ല. അത് എൻ്റെ ഷോപ്പല്ല എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ അവിടെ നിങ്ങളിപ്പോൾ എന്നെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല, വീഡിയോ ഒന്നല്ല. കാരണം നമുക്ക് സ്റ്റോക്ക് കണ്ടിട്ടാണ് അല്ലെങ്കിൽ അത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ പോകാം. പക്ഷെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും കാരണത്താൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല, ഒരിക്കലും ഞാൻ ഉത്തരവാദിയല്ല. കാരണം ട്രസ്റ്റ് എന്നുള്ള സംഭവം വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ട്രസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ട്രസ്റ്റ് ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ,
ഇത് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഇപ്പോൾ പോയി നിന്നത്തെ ഷോപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനത് വിട്ടുകൊടുത്തു, അത് ഒഴിവായി. ഇതുപോലെ എടപ്പാളത്തെ ആണെങ്കിലും എടപ്പാളത്തെ ഒഴിവായി പോയി. പക്ഷെ എടപ്പാളിന്റെ പേരാണ് വിഷയം. ആ പേര് കൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. അത് ആർക്യൂവിൻ്റെ തന്നെയാണോ, അല്ലെങ്കിൽ ഇന്നലെ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇതേപോലെ പട്ടാമ്പി വന്നു, ആ പുള്ളിയും പറഞ്ഞത് അത് നിങ്ങൾ തന്നെയാണോ, നിങ്ങളതല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ, അല്ലെങ്കിൽ അവിടെ നിർത്തുന്നതിന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ എനിക്ക്, അപ്പോൾ അല്ലെങ്കിൽ അവിടെ നിർത്തി എന്തോ ആവട്ടെ, അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കൂല. അപ്പോൾ നിങ്ങൾക്ക് ഈ തിരൂർ ഷോപ്പിൽ നിന്ന് എങ്ങനെ തിരൂർ ഷോപ്പിൽ നിന്ന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ, ദുബായ് ഷോപ്പിൽ നിന്ന് എടുത്ത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാലും ഞാനത് ഏറ്റെടുക്കാം. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാം. നിങ്ങൾ പൈസ മുടക്കുന്ന ആൾക്കാർ നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുക എവിടുന്ന് എടുക്കണം, എവിടുന്ന് എടുക്കണ്ട, അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരും തോൽപ്പിക്കാനോ എതിർക്കാനോ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ്. കാരണം പൈസ ഉണ്ടാക്കുന്നത് ആരാണ്? നിങ്ങളും പൈസ ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളും പൈസ ഉണ്ടാക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എൻ്റെ ഷോപ്പല്ല എന്ന് പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ അതിൽ എൻ്റെ ഷോപ്പല്ല തന്നെ പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ പാർട്ട്ണറായിരുന്നു, നിങ്ങളോട് പറയാലോ, പാർട്ട്ണർഷിപ്പ് ഇഷ്യൂസ് കാരണം അതിൽ നിന്ന് മാറി ഇപ്പോൾ ഞാൻ അതിൽ ഇൻവോൾവ്ഡ് അല്ല. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണൂല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് അവിടെ പോയിട്ട് എടുക്കാനാണെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാം, എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഈ ഒരു പേര് ആർക്യൂ മൊബൈൽസ് എന്നുള്ള പേര് കേസിലാണ്, അത് നടന്നുകൊടുക്കുന്നുണ്ട്. അത് ഇനി കോടതി തീരുമാനിക്കുമ്പോൾ ആർക്ക് കിട്ടണതൊക്കെ അപ്പോൾ അറിയാൻ പറ്റും. അപ്പൊ എന്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരൂർ താഴപ്പാലം ചെമ്മണ്ണൂർ ജ്വല്ലറിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു, ഇത് ഒന്നുമല്ലാത്തൊരു സമയത്ത് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ചിട്ട് അത്രയും ആൾക്കാർ, നമ്മളെ ഫോളോവേഴ്സ് അത്രയും ആൾക്കാർ സ്നേഹിച്ചിട്ടാണ് ഇന്നിവിടെ നിലനിർത്തിയത്, ഈ ഒരു ഇവിടെ. അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മളങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങളെ പ്രാർത്ഥന, നിങ്ങളെ സപ്പോർട്ടിങ് കൊണ്ടാണ്. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം പറയാം, നമ്മൾ ഇതൊന്നും പറയണ്ട, ഒരാളെ വേദനിപ്പിച്ചിട്ട് കച്ചവടം ചെയ്യാൻ ഞാനില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കച്ചവടം ചെയ്യാൻ ഞാനില്ല. എനിക്ക് പാറ വെക്കാനോ നെഗറ്റീവ് കമന്റ് അടിക്കാനോ ഞാൻ പോകലില്ല. ഞാനത് പഠിച്ചിട്ടില്ല. ഒരാൾ ഫേക്ക് ഐ ഡി പോയിട്ട് നെഗറ്റീവ് അടിക്കാതാക്കുക, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു വിശ്വാസം എന്നുള്ളത് നമ്മൾ തന്നെ സെൽഫ് കോൺഫിഡൻസിൽ വിശ്വസിക്കുക. നിങ്ങൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പോരെ, അത്ര തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ മക്കളെ, എനിക്ക് കൂടുതൽ പറയാനില്ല. ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇൻഷാ അല്ലാ അടുത്ത ഒരു മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് വെറുതെ പറയില്ല, വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, ഷെയർ ചെയ്ത് വെച്ചോ. എന്തായാലും എനിക്കൊരാഗ്രഹം, എൻ്റെ ഫോളോവേഴ്സിന് ഇത്രയും കൂടെ നിന്നതിന് എനിക്കൊരു ഗിവ് അവേ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട്, അതേപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തട്ടോ. അപ്പോൾ ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത് തിരൂർ ചെമ്മണ്ണൂർ ജ്വല്ലറി ഇവിടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റോഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് ആ സർക്കിളിലാണ് താഴെപ്പാലം എന്ന് പറഞ്ഞത്. നേരെ തിരൂർക്ക് പോകും കേട്ടോ. നേരെ തിരൂര് ടൗണിലേക്ക് പോകും, സിറ്റിക്ക് പോകും. ഇത് നേരെ താഴെപ്പാലം. ഇവിടെ ഈ ഒരു പാവൻ ഗോൾഡ് നിങ്ങൾ കണ്ടില്ലേ, പാവൻ ഗോൾഡ് ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെ ഒരു പുറത്തുനിന്ന് ഒരു ബോർഡ് വരാനുണ്ട് കേട്ടോ, ആർക്യൂവിൻ്റെ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത്. ഇവിടെ നേരെ ഇവിടെ പവൻ ഗോൾഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഷോപ്പ്. ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ഗോകുലത്തിൻ്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടല്ലോ, ഇതാണ് കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇവിടെ ഷോപ്പ്. ഇപ്പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ ഇത് നമ്മളെ റെയിൽവേൻ്റെ റോഡാണ്. ഇവിടെ നിന്നൊക്കെ ട്രെയിൻ ഇറങ്ങിയിട്ട് കസ്റ്റമേഴ്സിനെ സിമ്പിളായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ അതേപോലെ ഇവിടെ HDFC ബാങ്കിൻ്റെ നമ്മളെ ലൊക്കേഷൻ ചിലപ്പോൾ ആ സൈഡിലൊക്കെ പോയിട്ട് നിൽക്കണം കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇതിങ്ങനെ വന്നതിന് ശേഷം ഇവിടെ തന്നെയാണ്. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുക ഇവിടെ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, പവൻ ഗോൾഡിൻ്റെ ഉള്ളിൽ ആസാദ് ജ്വല്ലറി കണ്ടപ്പുറത്ത്, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഉള്ളിലത്തെ കോംപ്ലക്സിൽ വന്നതിന് ശേഷം ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്.